ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്കിപ്പോൾ കാണുന്ന രീതിയിൽ ഈ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്നത് 26-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യുന്നിടത്ത് നമുക്ക് ഇങ്ങനെ ഈ സോങ്ങും അതുപോലെ തന്നെ റെക്റ്റാങ്കിളൊക്കെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മൾ അതിനകത്ത് ഫോട്ടോ ആഡ് കൊടുക്കാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ചെല്ലുക. നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റാക്കി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് വരെ എത്തിക്കുക. ഫസ്റ്റിലത്തെ ഫോട്ടോ ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത ശേഷം ഇതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന സൂം ഇൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് ഇങ്ങനെ സൂം ഇൻ ആക്കി കൊടുക്കുക. മാക്സിമം ഇങ്ങനെ സൂം ഇൻ ആക്കി കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് സൂം ഇൻ ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ എൻഡിലാണ് സൂം ഇൻ ആക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് കൊടുക്കുക. റൊട്ടേഷൻ കാണുന്നുണ്ടോ? സെക്കൻഡ് കൊടുത്തേക്ക് റൊട്ടേഷനാണ്. ഇപ്പോൾ നമുക്ക് സൂം ഇൻ ഓപ്ഷൻ മനസ്സിലായല്ലോ. റൊട്ടേഷൻ എടുക്കുക. ആദ്യം വരുന്നത് കുറച്ചൊരു ഏകദേശം ഒരു 20 ആക്കി കൊടുക്കുക. 20 ഡിഗ്രി ആക്കി കൊടുത്ത ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. കീ സിമ്പിൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ എൻ്റെ എത്തിയിട്ട് ഒരു മൈനസ് ഒരു ഏകദേശം ഒരു എൻ്റെ എത്തിയ ശേഷം മൈനസ് ആക്കി കൊടുക്കുക. മൈനസ് ഒരു 4 ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് 20 എൻ്റെ എത്തിയിട്ട് മൈനസ് ആക്കി കൊടുത്തു. അതിന് ശേഷം ഇതുണ്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എഡ് എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ ഇവിടെ ടൈൽസ് എന്ന് സെർച്ച് കൊടുക്കുക. TIL എന്ന് സെർച്ച് കൊടുക്കുക. അത് ടൈൽസ് എഫക്റ്റ് കാണുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്ത് മിറർ കാണും. താഴെ കാണുന്ന മിറർ എനേബിൾ ആക്കി കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇത് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്താൽ മാത്രമേ കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് മുതൽ, അതായത് റെഡ് ലൈൻ കാണുന്നുണ്ടോ? നെക്സ്റ്റ് ബീറ്റ് മാർക്ക് മുതൽ നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മുടെ ഗാലറി കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഓരോന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ട്രാക്ക് ചെയ്ത് വലിപ്പം കൂട്ടി കൊടുക്കാൻ മറന്നു പോയത്. ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ സ്ക്രീൻ ഫിറ്റാക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഞാനിവിടെ ആഡ് ചെയ്യുന്ന ഫോട്ടോ എല്ലാം സ്ക്രീൻ ഫിറ്റായ ഫോട്ടോയാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വലിപ്പം കൂട്ടാത്തത്. ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെയും ഫോട്ടോസുകൾ ആഡ് കൊടുക്കുക. ഞാൻ കുറച്ച് ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ എൻഡ് വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഓരോ റെഡിനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. ടൈം പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഏകദേശം ഒരു 3 സെക്കൻഡ് കാണുന്നുണ്ടല്ലോ. ടൈം പറഞ്ഞു തരാം. 3 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഇവിടെ താഴെയായിട്ട് ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുക്കാൻ ഇവിടെ ഇത്ര എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്.
ആ എഫക്റ്റ് നമ്മളിങ്ങനെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, എല്ലാ ഫോട്ടോ ഈ എഫക്റ്റ് തന്നെ അപ്ലൈ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. എല്ലാ ഫോട്ടോയിലും ഈ സെയിം എഫക്റ്റ് തന്നെ അപ്ലൈ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. എല്ലാ ഫോട്ടോ എൻ്റെ വരെയുള്ള ഫോട്ടോയ്ക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് കൊടുക്കുക. അതിനുശേഷം ഈ എഫക്റ്റ് തന്നെ അപ്ലൈ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.